അപ്പോൾ നമുക്കൊരു മട്ടൻ ദം ബിരിയാണി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സബോള ഒരു 3 അത്യാവശ്യം വലിപ്പമുള്ള സബോള നൈസായിട്ട് അരിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാം. അങ്ങനെ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ആയി വന്നിട്ടുണ്ട്. ഇത്രയായാൽ മതി. അത് നമുക്ക് കോരിയെടുക്കാം. ഇതിനി ഇരുന്ന് ഒന്ന് ബലം വെച്ചു. അത് കോരിയെടുത്ത വെളിച്ചെണ്ണയിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കിസ്മസ് ഇട്ട് കൊടുക്കാം. കിസ്മസ് ഒരു ബോൾ ആവണ പോലെ, ബോളിൻ്റെ പോലെ വരും വീർത്തിട്ട്. അതായി കഴിഞ്ഞാൽ നമുക്ക് അത് ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കത് എടുക്കാം. അതെടുത്ത് മാറ്റിയ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ വേറൊരു 3 സബോള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ സബോള ഇടാൻ പോവാണ്. അതിലേക്കാണ് മട്ടനിലേക്ക് ഇടാനുള്ള കൂട്ട് ശരിയാക്കാനാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ലതാണ്. കാരണം ഈ വെളിച്ചെണ്ണ തന്നെ സബോളയൊക്കെ മുരിഞ്ഞ് വന്ന വെളിച്ചെണ്ണയല്ലേ. അപ്പോൾ അത് നല്ല ടേസ്റ്റിയാണ് കറിക്ക്. ആ 3 സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണ. കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് മട്ടൻ. അപ്പോൾ അതിൽ ഇതൊക്കെ ശരിയായി കഴിയുമ്പോൾ മട്ടൻ്റെ കൂടെ ഈ കൂട്ടും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ആ സബോള ആയി വരട്ടെ. അതിൽ ഉപ്പിട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ സബോള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. വല്ലാണ്ട് മുരിയണ്ട. ആ കൂട്ടിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കണം. പിന്നെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ്. അപ്പോൾ ഒരു കുടം വെളുത്തുള്ളി ഉണ്ട്, ഒരു 10 മുളകുണ്ട്. മറ്റുള്ള ചുവന്ന മുളകൊന്നും ഇതിന് ചേർക്കുന്നില്ല. അപ്പോൾ 10 മുളകുണ്ട്. അതും ഇഞ്ചി വേറെ ഉണ്ട്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ആയി വരട്ടെ. അതിൻ്റെ പച്ചമുളകൊക്കെ പോയി വരണം. നമുക്കൊരു 3 തക്കാളി, നല്ല വലിപ്പമുള്ള തക്കാളിയാണ്, ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വഴന്ന് വരട്ടെ. ആ വഴന്ന് വരുമ്പോൾ ഈ കൂട്ട് നമ്മൾ മട്ടനിലേക്ക് ഇട്ടിട്ട് മട്ടനിലിട്ട് കൊടുക്കണം. അതിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് വേപ്പിലിട്ട് കൊടുത്ത് പുതിന മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കണം. രണ്ടും ഇട്ട് കൊടുക്കണം. അതിനുശേഷം ചെറുനാരങ്ങ നീര് 1 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. മസാല ഇട്ട് കൊടുത്തു. ഗരം മസാല അത് സെപ്പറേറ്റ് ഞാൻ പെരിഞ്ജീരകവും ജീരകമൊക്കെ ചേർത്ത് മറ്റുള്ളതൊക്കെ ഒരു 1.5 സ്പൂണ് പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. അതങ്ങനെ സെപ്പറേറ്റ് ഞാൻ പൊടിച്ചെടുത്താണ്. ജീരകവും ചേർത്ത് മറ്റുള്ള മസാലക്കൂട്ടും ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടി ഇളക്കി നമുക്ക് വെള്ളവും ചേർത്ത് മട്ടനിൽ നിന്ന് വരും വെള്ളം, എന്നാലും അത് കൂട്ടി അടച്ച് വേവിക്കാം. ഈ അരി ഞാൻ വറുത്ത ജീരകശാല അരിയാണ്. ഇതിന് ഞാൻ നമ്മുടെ സബോള വറുത്തതും പിന്നെ സബോള വറുത്ത ആ വെളിച്ചെണ്ണ എണ്ണയാണ് ഇതിന് ഞാൻ വെളിച്ചെണ്ണയില്ല, എണ്ണയാണ് ഞാൻ അതിന് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ. അതിൽ നെയ്യ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി വെളിച്ചെണ്ണാന്ന് പിന്നെയും പറയണം, എണ്ണ ഞാൻ മാറ്റി വെച്ചിരുന്നു. അതിലെണ്ണ ഞാനിപ്പോൾ ഇത് വറുത്തെടുക്കണേ. വല്ലാണ്ട് വറുക്കണമൊന്നുമില്ല.
ഞാൻ കഴുകി വൃത്തിയാക്കി വാല വെച്ച ജീരകശാല അരിയാണ്. 4 ഗ്ലാസ് ഉണ്ട്. അത് ഈ നെയ്യൊക്കെ ഒന്ന് പിടിക്കണ മാതിരി ഒന്ന് വറുത്തെടുക്കണം. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വറുത്ത് ഇതാക്കണമൊന്നുമില്ല. അങ്ങനെ എടുക്കണം. ഈ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഞാനിതിൽ 4 ഗ്ലാസ് അരിയാണ് എടുത്തോളത്. അപ്പോൾ 6 ഗ്ലാസ് വെള്ളം ഞാനിതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ മസാലകളിടാം. ഒരു 5-10 ഏലക്കായ ഉണ്ട്, ഒരു 5-10 കറിയാമ്പൂവുണ്ട്, 2 കഷ്ണം പട്ടിയുണ്ട്, പിന്നെ ഒരു ജാതിപത്രി ഒരു സൈഡുണ്ട്. ഇത്രയും ഉള്ളു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് മൂടിയിട്ട് വേവിക്കാം. പിന്നെ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് 1 സ്പൂണ്. അതും കൂടി ഇളക്കിയതിന് ശേഷം മൂടിയിട്ട് വേവിക്കാം. മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മസാല ഞാൻ ഇതേപോലെ തന്നെ ജീരകം, പെരുംജീരകം, പിന്നെ മറ്റ് മസാലക്കൂട്ടുകളൊക്കെ കൂടി ചേർത്ത് പൊടിച്ച് വെച്ചാണ്. ചോറ് ഒരു 90% ആയിട്ടുണ്ട്. നമുക്കത് മൂടി വയ്ക്കാം. ഇതായിട്ടുണ്ട് നമ്മുടെ മത്തൻ. അപ്പോൾ അതിൽ ദമ്മുണ്ടാക്കാം. അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ. അതൊക്കെ ആവശ്യമുണ്ട്. കാരണം അരി തന്നെ മുഴുവൻ വെന്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു 1.5 സ്പൂണ് മസാല ഈ മട്ടനിലേക്ക് ഇടാണ്. ബാക്കിയുള്ള മസാല നമ്മൾ ദമ്മിടുമ്പോൾ ചോറിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാനുള്ളതാണ്. കുറച്ച് കതറിട്ട് കൊടുക്കണം. അതിനുള്ളതാണ്. ഇതായി വന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. വേറെ അടികട്ടിയുള്ള ഒരു പൂണിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ അതിലുള്ള വെള്ളമൊക്കെ അങ്ങനെ ചാറൊക്കെ അങ്ങനെ ഇരുന്നിട്ട് ഈ ചോറ് വേവാനായിട്ട് അത് അത്യാവശ്യമാണ്. നമുക്ക് 2 പ്രാവശ്യമായിട്ട് ചോറിട്ട് കൊടുക്കാം. ചൂട്ടോടെ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ 2 ഒരുമിച്ചായി വരണം. അതുപോലെ ആവണം. എന്നാൽ ചോറിന് ചൂടുണ്ടാവണം. ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ മസാല കുറച്ചിട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച മസാല കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ പുതിന മല്ലിയെല്ലാം ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് കിസ്മസ് വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. സബോള ഇട്ട് കൊടുക്കാം. വറുത്ത സബോള, അണ്ടിപ്പരിപ്പ് കിസ്മസ്. ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ള ചോറ് കൂടി ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് മല്ലിയില, പുതിന ഇല, സവാള വറുത്തത്, അണ്ടിപ്പരിപ്പ് കിസ്മസ്, കുറച്ച് അണ്ടിപ്പരിപ്പ് കിസ്മസ് എനിക്ക് അവസാനം ആവശ്യമുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ മാറ്റി വയ്ക്കണം.
ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം. അതിപ്പോൾ ഓപ്ഷണലാണ്, ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇട്ടാൽ നല്ലതാണ്, പ്രത്യേക മണമൊക്കെ ഉണ്ടാവും. അപ്പം അതിൽ നന്നായി ചാറൊക്കെ ഉള്ള കാരണം ഞാനൊരു 20-25 മിനിറ്റോളം ദമ്മിടാനാണ് വിചാരിക്കുന്നത്. ചെറുതീയിൽ വെച്ചിട്ട് നല്ല പാകമുള്ള മൂടി വെച്ച് ഒട്ടും അയറ് പോവാതെ നമുക്ക് ദമ്മിടാം. അപ്പോൾ ദം ബിരിയാണി ആയി വന്നിട്ട് എല്ലാവരും ദം ബിരിയാണി ആവണമെന്ന് നോക്കി നിൽക്കുന്നുണ്ട്. എൻ്റെ മോളൊക്കെ വളരെ നല്ല മണം, നല്ല ടേസ്റ്റിയായ ജ്യൂസിയായ ദം ബിരിയാണി, മട്ടൻ ദം ബിരിയാണി. അപ്പോൾ ഞാനെൻ്റെ ദം ബിരിയാണി ഗാർണിഷ് ചെയ്യാണ്. തൈര് ഒഴിച്ചിട്ടുണ്ട്, അച്ചാറിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.